അതെ, എപ്പോഴും ഈ മൈക്രോവേവ് യൂസ് ചെയ്യുന്നത് സേഫ് ആണോ? ആര് പറഞ്ഞു സേഫ് അല്ലാന്ന്? ഈ മൈക്രോവേവ് എങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്ന് അറിയാം? ഇല്ല. നോക്കൂ, മൈക്രോവേവ് ആക്ച്വലി ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. ഇത് നോർമലി നമ്മുടെ ഭക്ഷണത്തിലത്തെ വെള്ളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിലത്തെ ചെറിയ ചെറിയ ആറ്റംസ് ഉണ്ടാവുമല്ലോ, അതിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. ആ വൈബ്രേഷൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ആ ഒരു ഹീറ്റ് ജനറേഷൻ്റെ കാരണമാണ് ഈ മൈക്രോവേവ് ചൂടാക്കുന്നത്, അതായത് ഭക്ഷണം ചൂടാക്കുന്നത്. അപ്പോൾ ഈ ഭക്ഷണം ചൂടാകുമ്പോൾ അതിന് പല രീതിയിലും നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്ന്, അതിലത്തെ വെള്ളത്തിൻ്റെ കണ്ടന്റ് കുറയില്ല, കാരണം വെറും ഹീറ്റിംഗ് മാത്രമേ ഉള്ളൂ, വേപ്പറൈസേഷൻ ഇല്ല. രണ്ടാമത്തത്, അതിലുള്ള ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസും ചെറിയ ചെറിയ നമുക്ക് വേണ്ടിയ വൈറ്റമിൻസ് ഒക്കെ അതിൽ തന്നെ പ്രിസർവ് ആവും. മൂന്നാമത്തത്, ഭക്ഷണം കരിയാനുള്ള സാധ്യതയും വളരെ കുറവാണ് മൈക്രോവേവിൽ, കറക്റ്റ് ടെമ്പറേച്ചറിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ആൻഡ് ആൾക്കാർക്ക് ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഈ വേവ്സിന്റെ കാരണം ഭക്ഷണം ചൂടായി കഴിഞ്ഞാൽ ഇതിലുണ്ടാവുന്ന ഈ പ്രക്രിയ കാരണം ചിലവർക്ക് ക്യാൻസർ ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. പേടി. അപ്പൊ അങ്ങനത്തെ ഒരു പേടി വേണ്ട. മൈക്രോവേവിന്റെ കാരണം ക്യാൻസർ ഉണ്ടായിട്ടില്ല. ICMR പ്രകാരം നമ്മൾ മൈക്രോവേവും എയർ ഫ്രയറും രണ്ടും, അതായത് ICMR ന്യൂട്രീഷന്റെ ഗൈഡ് ലൈൻസ് പ്രകാരം അല്ലേ? എനിക്ക് തോന്നുന്നു മൈക്രോവേവ് ഓവൻ മാത്രമല്ല, ഈ നമ്മുടെ എയർ ഫ്രയറും സേഫ് ആണ്. പക്ഷെ യൂസ് ചെയ്യുന്ന താഴത്ത് യൂസ് ചെയ്യുന്ന ബാസ്ക്കറ്റ് എപ്പോഴും നോക്കണം. പ്ലാസ്റ്റിക്കിന്റെ ബാസ്ക്കറ്റോ അല്ലാത്ത ബാക്കിയുള്ള പോളിവിനൈൽ ബാസ്ക്കറ്റ്സോ യൂസ് ചെയ്യാതെ നോർമൽ നമ്മളെ ഗ്ലാസ് ബാസ്ക്കറ്റ്സോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാൻ നോക്കുക. അല്ലാത്ത വശം അതിലത്തെ കെമിക്കൽ റിയാക്ഷൻ കാരണം ചിലപ്പോൾ എയർ ഫ്രയറിൽ കൂടെ നമുക്ക് ക്യാൻസേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല എയർ ഫ്രയറിൽ കുറച്ചുകൂടി ഓയിൽ കുറയുകയും ചെയ്യുമല്ലോ അല്ലേ? നമ്മൾ അത്രയും കൺസേൺഡ് ആയിട്ടുള്ളവർക്ക് ഓയിൽ ഇല്ലാതെ, അതെ, ഡീപ് ഫ്രൈ ഒക്കെ നമ്മൾ ചെയ്യുന്നതിലും എത്രയോ സേഫ് ആയിരിക്കും. ഓക്കെ.